ഹലോ വെൽക്കം ടു ലോ സിമേഴ്സ് ലോ സ്കൂൾ. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ആദം സ്മിത്തിൻ്റെ ഫോർ കാനോൺസ് ഓഫ് ടാക്സേഷൻ. അത് വളരെ ഈസിയാണത് പഠിക്കാൻ. എങ്ങനെ ഈസി എന്ന് പറയാൻ കാര്യം, അതൊരു നിമോണിക്സ് ആണ്. ഞാൻ ഈസി എന്ന് പറഞ്ഞത് നിമോണിക്സ് ആണ്. ഇ ഫോർ ഇക്വാലിറ്റി അല്ലെങ്കിൽ ഇക്വിറ്റി. Second letter C stands for certainty. Third letter C stands for convenience. And fourth letter E stands for economy. ഇപ്പോൾ കാനോൺ എന്ന് പറയുന്നത് കാനോൺ മീൻസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നതാണ് കാനോൺ. അപ്പോൾ ടാക്സ് എങ്ങനെയാണ് വന്നത് എന്നും എന്താണ് ടാക്സേഷൻ അല്ലെങ്കിൽ ടാക്സിൻ്റെ ഡെഫിനിഷൻ, ഇത് ഇൻട്രൊഡക്ഷൻ ആയിട്ട് തരുന്നു. ടാക്സ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ വേർഡ് ടാക്സ് ഓർ എന്നുള്ളതും എന്താണ് ടാക്സ്? ഇറ്റ് ഈസ് ദ കമ്പൽസറി എക്സാക്ഷൻ ഓഫ് മണി ബൈ ഗവൺമെൻറ് ടു യൂസ് ഇറ്റ് ഫോർ ദ വെൽഫെയർ ഓഫ് ദ പബ്ലിക്. അങ്ങനെയുള്ള ഇതൊക്കെയൊന്ന് അതിനകത്ത് എഴുതുക. ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ ശേഷം കാനോൺസിലേക്ക് വന്നു. ഫസ്റ്റ് പ്രിൻസിപ്പിൾ നോക്കാം. ഇക്വിറ്റി, കാനോൺ ഓഫ് ഇക്വിറ്റി. എന്താണ് ഇക്വിറ്റി എന്ന് നോക്കാം. എവറി ഇൻഡിവിജ്വൽ മസ്റ്റ് കോൺട്രിബ്യൂട്ട് to support the government in proportion to their ability to pay. അവരവരുടെ എബിലിറ്റിക്ക് അനുസരിച്ച് പ്രൊപ്പോർഷനായിട്ട് എല്ലാ ഇൻഡിവിജ്വലും ഗവൺമെൻറ്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ളതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഇക്വിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ദ ബേർഡൻ ഓഫ് ടാക്സേഷൻ മസ്റ്റ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഈക്വലി ആൻഡ് ഇക്വിറ്റബിളി എമംഗ് ദ ടാക്സ് പേയേഴ്സ്. ഇത് നോ ക്വിഡ് പ്രോക്കോ എലമെൻ്റ് ആണ് എന്ന് പറഞ്ഞു. സംതിങ് ഫോർ സംതിങ് ഇൻ റിട്ടേൺ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ അവിടെ ഇല്ല. ശരിക്കൊരു ബേർഡൻ തന്നെയാണ്, ഒരു സാക്രിഫൈസ് തന്നെയാണ്. ഇറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഈക്വലി ആൻഡ് ഇക്വിറ്റബിളി എമംഗ് ടാക്സ് പേയേഴ്സ്. അതേപോലെ ഇറ്റ് റോബ്സ് ജസ്റ്റിസ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് നോട്ട് ഓൾ ടാക്സ് പേയേഴ്സ് ഹാവ് ദ സെയിം എബിലിറ്റി ടു പേ ടാക്സസ്. എല്ലാ ടാക്സ് പേയേഴ്സിനും സെയിം എബിലിറ്റി ഇല്ല. പക്ഷെ ജസ്റ്റിസ് എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത്? ദാറ്റ് എ പേഴ്സൺ ഹാവിങ് ഗ്രേറ്റർ എബിലിറ്റി ടു പേ ലാർജ് ടാക്സ്. ഗ്രേറ്റർ എബിലിറ്റി, അതായത് ഹ്യൂജ് ഇൻകം ഉള്ള ആൾ ലാർജ് ടാക്സ് എമൗണ്ട് പേ ചെയ്യണം എന്നുള്ളതാണ് ജസ്റ്റിസ് ഡിമാൻഡ് ചെയ്യുന്ന കാര്യം. ഓക്കെ. അതേപോലെ if everyone is asked to pay according to his ability, then sacrifices of all taxpayers become equal. അല്ലേ? എല്ലാവരുടെയും സാക്രിഫൈസ് ഈക്വൽ ആവും. അതേപോലെ തന്നെ ദാറ്റ് ഈസ് ദ എസെൻസ് ഓഫ് ദ കാനോൺ ഓഫ് ഇക്വാലിറ്റി ഓഫ് സാക്രിഫൈസ്. ഇക്വാലിറ്റി ഓഫ് സാക്രിഫൈസ് എന്നൂടെ വേണേൽ പറയാം. കാനോൺ ഓഫ് ഇക്വാലിറ്റി ഓഫ് സാക്രിഫൈസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത്, to establish equality of sacrifices, taxes are to be imposed in accordance with the principle of ability to pay. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് എബിലിറ്റി, കാനോൺ ഓഫ് ഇക്വാലിറ്റി വരുന്നുണ്ട്, കാനോൺ ഓഫ് എബിലിറ്റി ടു പേ വരുന്നുണ്ട്. ഇത് രണ്ടും ഒരേ കോയിനിൻ്റെ രണ്ട് സൈഡാണ്. ദ കാനോൺ ഓഫ് ഇക്വാലിറ്റി ആൻഡ് കാനോൺ ഓഫ് എബിലിറ്റി ആർ ടു സൈഡ്സ് ഓഫ് ദ സെയിം കോയിൻ. അടുത്ത പോയിന്റിലേക്ക് നോക്കാം. അടുത്ത പോയിന്റ് വരുമ്പോൾ ചെറിയൊരു സംഭവം ഇവിടെ കൊണ്ടുവരേണ്ടതുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹൊറിസോണ്ടൽ ഇക്വിറ്റിയും വെർട്ടിക്കൽ ഇക്വിറ്റിയും പുതിയ രണ്ട് ടേമാണ്. മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു ചെറിയ ഒരു എക്സാമ്പിൾ എനിക്ക് പറയേണ്ടി വരും. ഈക്വൽ ട്രീറ്റ്മെൻറ്റ് ഫോർ ഈക്വൽസ് എന്നുള്ള ഹൊറിസോണ്ടൽ ഇക്വിറ്റി ആദ്യം പറയുന്നത്, 3 പോസ്റ്റിലിരിക്കുന്ന ആൾ അവരെ വേണേൽ ഈക്വൽ, അവരുടെ ആനുവൽ ഇൻകം ഈക്വൽ ആയതുകൊണ്ട് ഈക്വൽ ട്രീറ്റ്മെൻറ്റ് എങ്ങനെ വരുന്നു എന്ന് നമുക്ക് നോക്കാം. 3, ഒരു എൻജിനീയറും ഒരു ഡോക്ടറും ഒരു സയൻറ്റിസ്റ്റും. ഇത് എടുക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് ഹയർ ഇൻകത്തിലേക്ക് കൊണ്ടുവരാനും അവർക്ക് ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും എന്നും പറയാനുള്ള ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആയതുകൊണ്ടാണ് ഇവരുടെ, അതായത് സയൻറ്റിസ്റ്റ്, എൻജിനീയർ, ഡോക്ടർ, ഇവരുടെ കൊണ്ടുവരുന്നത്. എങ്ങനെയാണ്? 3 പേർക്കും 25 ലക്ഷം ആണ് സാലറി എന്ന് വിചാരിച്ച്. അവർ ഈക്വലാണ്. ആനുവൽ ഇൻകം 25 ലക്ഷമാണ്. ഈക്വൽ ട്രീറ്റ്മെൻറ്റ് ആണ് അവിടെ കാനോൺ ഓഫ് ഇക്വാലിറ്റി
അപ്ലൈ ചെയ്യുമ്പോൾ അവർക്ക് ഈക്വൽ ട്രീറ്റ്മെൻ്റ് ആണ് ഈക്വലി വരുന്നത്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് ഹൊറിസോണ്ടൽ ഇക്വിറ്റി എന്ന് പറയും. എങ്ങനെയാണ്? ഞാൻ അതിൻ്റെ സ്ലാബും കൂടി ഒന്ന് പറഞ്ഞേക്കാം. ഈ ടാക്സബിൾ ഇൻകം 2.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെ ആണ് എന്നുണ്ടെങ്കിൽ 5%. അപ്പോൾ മാക്സിമം 5 lakhs ആണെങ്കിൽ 12,500 ആണ് അയാൾക്ക് അടയ്ക്കേണ്ടത്. 5 തൊട്ട് 10 ലക്ഷം വരെയാണെന്നുണ്ടെങ്കിൽ 5,01,000 മുതൽ 10 ലക്ഷം വരെ ആണ് എന്നുണ്ടെങ്കിൽ അയാൾ അടയ്ക്കേണ്ടത് എന്ന് പറയുന്നത് 5 ലക്ഷം വരെയുള്ള എമൗണ്ടായ 5 ലക്ഷത്തിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള 5% എമൗണ്ടായ 12,500 പ്ലസ് 20% ഓഫ് 5 lakh to 10 lakh എന്ന് പറയുന്നത് 5 lakhൻ്റെ അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 5 lakh ആണ്. 5 to 10 എന്ന് പറയുമ്പോൾ 5 lakh ആണ്. അപ്പോൾ 5 lakhൻ്റെ 20% എന്ന് പറയുന്നത് 1 lakh. നേരത്തെ 5 lakh വരെയുള്ള എമൗണ്ടിൻ്റെ ടാക്സ് എന്ന് പറയുന്നത് 12,500. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 1,12,500. ക്ലിയർ ആയില്ലേ? അതേപോലെ 10 ലക്ഷത്തിന് മുകളിലുള്ള ഒരാളാണെങ്കിൽ ഇപ്പം നമ്മൾ കണക്ക് കൂട്ടി വന്നു 5 lakh വരെ 12,500 എന്നും 10 lakh വരെ 1,12,500 എന്നും 10 lakhൽ കൂടുതൽ ആനുവൽ ടാക്സബിൾ ഇൻകം വരുന്ന ആളിൻ്റെ ടാക്സ് എന്ന് പറയുന്നത് എത്രയാ? 30%. ഇപ്പം സപ്പോസ് ഇവർക്ക് 25 ലക്ഷമാണെന്നാണല്ലോ ഞാൻ പറഞ്ഞത്. 25 ലക്ഷത്തിൻ്റെ 30%, 25 ലക്ഷത്തിന് പറഞ്ഞാൽ ഈ 10 മുതൽ 15 വരെയുള്ള ബാലൻസിൻ്റെ കൂട്ടിയാൽ മതി. 15 ലക്ഷത്തിൻ്റെ 30% എന്ന് പറയുന്നത് എത്രയാ? 15 ലക്ഷം. 1 ലക്ഷത്തിന് 30,000 വരും. 15 ലക്ഷത്തിന് എത്രയാണ്? അത് നിങ്ങൾ നോക്കിക്കോ എത്രയാണെന്ന് ഇപ്പം എൻ്റെ മനസ്സ് വരുന്നില്ല. അങ്ങനെ ആ എമൗണ്ടാണ് നമ്മൾ ടാക്സ് ആയിട്ട് കൊടുക്കേണ്ട എമൗണ്ട്. ഇവിടെ എന്താണ്? ഈക്വൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഈക്വൽസ് എന്ന് പറയുന്ന ഹൊറിസോണ്ടൽ ഇക്വിറ്റി, അതായത് കാനോൺ ഓഫ് ഇക്വിറ്റി എന്ന് പറയുന്ന ആ പ്രിൻസിപ്പിൾ വഴി ഈക്വൽ ട്രീറ്റ്മെൻറ്റ് ഫോർ ഈക്വൽസ്. ഇനി വെർട്ടിക്കൽ ഇക്വിറ്റി എങ്ങനെയാണ്? ഒരേ ആ ഓഫീസിൽ തന്നെ ഒരേ ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ എന്താണ് കാറ്റഗറി പറയുന്നത് നിങ്ങൾ ക്ഷമിക്കുക. ഒരു പിയൂൺ, ഒരു മിഡിൽ ക്ലാസ് ഓഫീസർ, ഒരു അപ്പർ ക്ലാസ് ഓഫീസർ, പിന്നെ ഹൈ ഇൻകം 10 lakhന് എബോവ് ഉള്ള ഒരാൾ, 4 പേരും കൂടെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഒരേ ഭക്ഷണം കഴിക്കുക. അവിടെ പക്ഷേ ഈക്വൽ ട്രീറ്റ്മെൻറ്റാണ്. പക്ഷേ അവർക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് ഡിഫറെൻ്റ് അല്ലേ? ആ ഡിഫറെൻറ്റ് സാലറി കിട്ടുന്ന അവരുടെ ടാക്സ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻറ്റാണ്. ആ സാലറിയുടെ കാര്യത്തിൽ അവർ അൺഈക്വൽസാണ്. ഡൈനിങ് ടേബിളിൻ്റെ കാര്യത്തിൽ അവർ ഈക്വലി ആണ് അവരത് അവിടെ ഇരുന്ന് ഒരു ഡിസ്ക്രിമിനേഷൻ ഒന്നും ഇല്ലാതെ അവിടെ ഇരുന്ന് കഴിക്കുന്നത്. പക്ഷേ സാലറിയുടെ കാര്യത്തിൽ അവർ അൺഈക്വലാണ്. സോ ഒരു അൺഈക്വൽ ട്രീറ്റ്മെൻറ്റ് വന്നു. 2 ലക്ഷത്തിന് താഴെയുള്ള ആളിന് ടാക്സ് കൊടുക്കണ്ട. 2 ലക്ഷം തൊട്ട് 5 ലക്ഷം, സപ്പോസ് അയാൾ 5 ലക്ഷം ആണെന്ന് വിചാരിച്ചു, അയാൾ 12,500 കൊടുക്കണം. ഇനിയും 5 ലക്ഷത്ത് മുതൽ 10 ലക്ഷം വരെയുള്ള സ്ലാബിലാണ് ഒരാൾ വരുന്നത്. അയാൾ നമ്മൾ സൗകര്യത്തിന് വേണ്ടി 10 ലക്ഷം എന്ന് വിചാരിച്ചു. 10 ലക്ഷം ആണെന്നുണ്ടെങ്കിൽ 1,25,000 രൂപ മൂന്നാമത്തെ ആൾ കൊടുക്കേണ്ടി വരും. ഇനിയും അതിന് മുകളിൽ 20 ലക്ഷം എന്ന് പറയുന്നത് സാലറി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ആനുവൽ നാലാമത്തെ ആളിന് കിട്ടുന്ന സാലറി എന്ന് പറഞ്ഞാൽ ആ 10 ലക്ഷത്തിന് 30% വെച്ച് 3 ലക്ഷവും നേരത്തെ പറഞ്ഞ ഇതിന് വേണ്ടിയിട്ട് എത്രയാണ്? 1,12,500. അങ്ങനെ 4,12,500. ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻറ്റ് ഫോർ അൺഈക്വൽസ് എന്ന് പറഞ്ഞാൽ ആ ടാക്സേഷൻ സ്കീം അവിടെ അപ്ലൈ ചെയ്തു. അതെന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ഇക്വലിറ്റിക്കകത്ത് വരുന്നതാണ്. വളരെ ക്ലിയറായി ആണ് മനസ്സിലാക്കിയെന്ന് വിചാരിക്കും. വളരെ ക്ലിയറായ ഒരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്. ടാക്സ് must not discriminate unfairly among citizens. സിറ്റിസണിനെ അൺഫെയർ ആയിട്ട് ഡിസ്ക്രിമിനേറ്റ് ചെയ്യരുത് എന്നുള്ളതും കൊണ്ടുവരും. ഓക്കെ, ദെൻ അടുത്ത എന്താണ്?
അടുത്തത് പ്രോഗ്രസീവ് ടാക്സേഷൻ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഹയർ ടാക്സിന് ഹയർ ഇൻകത്തിന് ഹയർ ടാക്സ് ആണെന്ന് പറഞ്ഞു. അതൊരു പ്രോഗ്രസീവ് ടാക്സേഷനാണ്. ആ പ്രിൻസിപ്പിളാണ് ഇവിടെ എംബോഡി ചെയ്യുന്നത് ഏതിനകത്ത്? ഇക്വിറ്റിക്കകത്ത്. അതേപോലെ ഇറ്റ് സപ്പോർട്ട്സ് എന്താണ്? ഇറ്റ് സപ്പോർട്ട് ഫിസ്ക്കൽ ഫെയർനെസ്, അതായത് ആർട്ടിക്കിൾ 14 റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന് പറയുന്ന ആ പ്രിൻസിപ്പിൾ, ഫിസ്ക്കൽ ഫെയർനെസ് പ്രിൻസിപ്പിൾ അവിടെ അപ്ലൈ ചെയ്തു. ഓക്കെ, അത്രയാണ് അതിനകത്തുള്ളത്. ദെൻ ഓൾസോ ഇറ്റ് എൻഷുവേഴ്സ് social justice as well as public acceptance in taxation. ടാക്സേഷൻ സ്കീമിനകത്ത് പബ്ലിക് അക്സെപ്റ്റൻസും സോഷ്യൽ ജസ്റ്റിസും എൻഷുർ ചെയ്ത ആ പ്രിൻസിപ്പിളാണ് കാനോൺ ഓഫ് ഇക്വിറ്റി എന്ന് പറയുന്നത്. ഒരു കേസ് നമുക്ക് ഡെഫിനറ്റ്ലി കേസ് വേണം. KT മൂപ്പിൽ നായർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള, സൈറ്റേഷൻ ഫുൾ AIR 1961 SC 552. എന്താണ് ഫാക്ട്? ഒരു ആക്ട് ഉണ്ടായിരുന്നു, ദ ട്രാവൻകൂർ കൊച്ചിൻ ലാൻഡ് ടാക്സ് ആണ് ആക്ട്. അവിടെ എന്താ സംഭവം ചെയ്തത്? റിഗാർഡ്ലെസ് ഓഫ് ദ ഫെർട്ടിലിറ്റി ഓർ ഇൻകം ഔട്ട് ഓഫ് ദ ലാൻഡ്സ് യൂണിഫോം ആയിട്ട് ടാക്സ് ഫിക്സ് ചെയ്യും. ഒരു ലാൻഡിലെ ഏരിയ അനുസരിച്ച് അവിടെ ഫെർട്ടിലിറ്റി, ഇപ്പോൾ 10 ഏക്കർ അഗ്രികൾച്ചർ ലാൻഡ് ഉണ്ട്, ഫെർട്ടൈൽ അല്ല, ആ ഫെർട്ടൈൽ അല്ലാത്ത ലാൻഡും നന്നായി ഫെർട്ടൈൽ ആയിട്ടുള്ള ലാൻഡിനും സെയിം ടാക്സ് കൊടുക്കുക, യൂണിഫോം ടാക്സ് കൊടുക്കണമെന്ന് പറഞ്ഞു. എന്തായാലും സമ്മതിക്കത്തില്ല അല്ലേ? ആരായാലും സമ്മതിക്കത്തില്ല. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? ഇഷ്യൂ വന്നു. എന്തായിരുന്നു ഇഷ്യൂ? വെദർ യൂണിഫോം റേറ്റ് വയലേറ്റഡ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഇക്വാലിറ്റി അണ്ടർ ആർട്ടിക്കിൾ 14 എന്നുള്ള ക്വസ്റ്റ്യൻ വന്നു. ആ ക്വസ്റ്റ്യൻ വന്നു അല്ലേ? ഡിസിഷൻ എന്താ വന്നത്? സുപ്രീം കോർട്ട് വെറുതെ കൈ കെട്ടി നോക്കിയിരിക്കത്തില്ല, സ്ട്രക്ക് ഡൗൺ ദ ലോ. എന്താ? അത് ഡിസ്ക്രിമിനേറ്ററി ആണെന്ന് ഡിക്ലെയർ ചെയ്തു. അവിടെ അപ്ലൈ ചെയ്ത പ്രിൻസിപ്പിൾ ഏതാ? ടാക്സേഷൻ മസ്റ്റ് കൺസിഡർ പേഴ്സൺസ് എബിലിറ്റി ടു പേ. ഏത്? ആദം സ്മിത്തിന്റെ ഫസ്റ്റ് കാനോൺ ഓഫ് ഇക്വിറ്റി അപ്ലൈ ചെയ്തു. അങ്ങനെയാണ് KT മൂപ്പിൽ നായർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന കേസിന്റെ ജഡ്ജ്മെന്റ് 1961 ഉണ്ടായത്. ഓക്കെ, ഇനി സെക്കൻഡ് കാനോൺ നോക്കാം. കാനോൺ ഓഫ് സെർട്ടൻറ്റി. എങ്ങനെയാണ് കാനോൺ ഓഫ് സെർട്ടൻറ്റി വരുന്നത്? ടാക്സ് പേയർ must clearly know how much tax is due, when tax is payable, and in what manner tax is to be paid. 3 കാര്യം അത് ക്ലിയർ ആയിരിക്കണം. ഏതാണ്? ഹൗ മച്ച് ടാക്സ് ഈസ് ഡ്യൂ, വെൻ ഇറ്റ് ഈസ് പേയബിൾ, ആൻഡ് ഇൻ വാട്ട് മാനർ ഇറ്റ് ഷുഡ് ബി റെമിറ്റഡ്. അതേപോലെ ടാക്സ് ഷുഡ് ബി സർട്ടൺ ആൻഡ് നോട്ട് ആർബിട്രറി. അതുമായിരിക്കണം. സർട്ടൺ എന്ന് മാത്രമല്ല, ആർബിട്രറി ആവരുത്. അതേപോലെ ടൈമും ക്വാണ്ടിറ്റിയും ഓഫ് ടാക്സും അതേപോലെ മാനർ ഓഫ് പേയ്മെൻറ്റും അത് ടാക്സ് ലയബിലിറ്റിയിൽ വരുന്ന ആ 3 കാര്യങ്ങൾ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്ലെയിൻ ആണെന്നുണ്ടെങ്കിൽ, ആർക്കൊക്കെ ക്ലിയറും പ്ലെയിനും ആയിരിക്കണം? കോൺട്രിബ്യൂട്ടർക്ക് പ്ലെയിൻ ആയിരിക്കണം. അതേപോലെ ആര് നോക്കിയാലും അതിൻ്റെ ടൈമും ക്വാണ്ടിറ്റിയും മാനർ ഓഫ് പേയ്മെൻറ്റും ടാക്സ് ലയബിലിറ്റിയുടെ വളരെ ക്ലിയറും പ്ലെയിനും ആയിരിക്കും. എന്നാലേ അത് സർട്ടൺ ആയിരിക്കത്തുള്ളൂ. അതേപോലെ ടാക്സ് പേയേഴ്സ് ഷുഡ് നോ വെൻ, വേർ ആൻഡ് ഹൗ മച്ച് ടാക്സ് ടു ബി പെയ്ഡ്. അതായത് ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത് ബിഫോർ ഹാൻഡിൽ അവർക്ക് അറിയാവുന്നതായിരിക്കും. ടാക്സ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ വെൽ ബിഫോർ ഹാൻഡ് ടാക്സ് ലയബിലിറ്റി നോൺ ആയിരിക്കണം, അവർക്ക് അറിയാവുന്നതായിരിക്കണം. അടുത്ത പോയിന്റ് എന്താണ്? ഈ റവന്യൂ ഇൻറ്റൻറ്റ്, ഗവൺമെന്റ് ഒരു റവന്യൂ ഇൻറ്റൻറ്റ് ചെയ്തിട്ടുണ്ടോ കളക്ട് ചെയ്യാമെന്ന്, അത് ഒരു ഓവർ എ പീരീഡ് ഓഫ് ടൈം ആയിരിക്കുമല്ലോ. അതും ഷുഡ് ബി ഓൾസോ ക്ലിയർ. അതായത് റവന്യൂ ഇൻറ്റൻറ്റഡ് ടു ബി കളക്റ്റഡ് ബൈ ഗവൺമെന്റ് ഓവർ എ പീരീഡ് ഓഫ് ടൈം ഓൾസോ ഷുഡ് ബി ക്ലിയർ അല്ലേ? ഇത് വന്നില്ലെങ്കിലോ, അൺസർട്ടൻറ്റി ആണെങ്കിലോ എന്താണ്? ഇറ്റ് ബ്രീഡ്സ് കറപ്ഷൻ ആസ് വെൽ ആസ് ആർബിട്രറി പവർ അല്ലേ? ദെൻ നമ്മൾ പലതരം അബ്യൂസുകൾ അഡ്മിനിസ്ട്രേറ്റീവ് ലോയിൽ പഠിച്ചു. അതിലൊരു അബ്യൂസാണ് അഡ്മിനിസ്ട്രേറ്റീവ് അബ്യൂസ്. അപ്പോൾ സെർട്ടൻറ്റി ഉണ്ടെങ്കിലോ ഇറ്റ് സേഫ് ഗാർഡ് സിറ്റിസൺസ് ഫ്രം അഡ്മിനിസ്ട്രേറ്റീവ് അബ്യൂസ്. അതേപോലെ ഇറ്റ് പ്രൊമോട്ട്സ് വോളണ്ടറി കംപ്ലയൻസ്.
അപ്പോൾ തന്നെ നമ്മൾ അറിയാതെ തന്നെ അത് കംപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലാരിറ്റി ഉള്ള ഒരു ടാക്സേഷൻ സ്കീമാണെന്നുണ്ടെങ്കിൽ അത് സേഫ് ഗാർഡ് അഡ്മിനിസ്ട്രേറ്റീവ് അബ്യൂസ് സേഫ് ഗാർഡ് ചെയ്യുന്നത് കൊണ്ട് ഇറ്റ് പ്രൊമോട്ട്സ് എന്താണ് വോളണ്ടറി കംപ്ലൈൻസ്. ദെൻ എ വെൽ ഡിഫൈൻഡ് ലീഗൽ ഫ്രെയിംവർക്ക്. നമ്മുടെ ഇൻകം ടാക്സ് ആക്ട് 1961 എന്ന് പറയുന്നത് വളരെ ക്ലാരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതേപോലെ ഒരു വെൽ ഡിഫൈൻഡ് ലീഗൽ ഫ്രെയിംവർക്കാണ്. ആൻഡ് ഓൾസോ ഇറ്റ് എൻഹാൻസസ് ട്രസ്റ്റ് ആസ് വെൽ എസ് ട്രാൻസ്പെറൻസി ബിറ്റ്വീൻ ആരൊക്കെ തമ്മിൽ, സ്റ്റേറ്റും ടാക്സ് പേയറും തമ്മിൽ ഒരു ട്രസ്റ്റും വേണം, ട്രാൻസ്പെറൻസി വേണം. അത് എൻഹാൻസ് ചെയ്തിരിക്കണം. സെർട്ടൻറ്റി ഉണ്ടെങ്കിൽ ഇത് എൻഹാൻസ് ചെയ്തിരിക്കും. കാനോൺ ഓഫ് സെർട്ടൻറ്റി അവിടെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ട്രസ്റ്റും ട്രാൻസ്പെറൻസിയും എൻഹാൻസ് ചെയ്യപ്പെടും. രണ്ടാമത്തെ കേസ് നോക്കാം. സ്റ്റേറ്റ് ഓഫ് കേരള വേഴ്സസ് ഹാജി കെ കെ. സൈറ്റേഷൻ ഫുൾ എന്താണ്? AIR 1969 SC 378. ഇതിന്റെ ഫാക്ട് എന്താണ്? കേരള ഗവൺമെന്റ് ഇമ്പോസ്ഡ് ടേൺ ഓവർ ടാക്സ് ഓൺ ട്രേഡേഴ്സ് that varies unpredictably with gross sales. ഗ്രോസ് സെയിൽസിലെ ടേൺ ഓവറിന് എഗൻസ്റ്റ് ആയിട്ട് ടാക്സ് അൺപ്രഡിക്റ്റബിൾ ആയിട്ട് എന്താ ഗവൺമെന്റ് ഇമ്പോസ് ചെയ്യാം. ആരെങ്കിലും കൈകളിട്ട് നോക്കിയിരിക്കുമോ? ഇഷ്യൂ വന്നു. എന്താണ് ഇഷ്യൂ? വെദർ അൺസർട്ടൺ ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് ടാക്സ് റേറ്റ്സ് വയലേറ്റഡ് ഫെയർനെസ് ആൻഡ് ഇക്വാലിറ്റി. തീർച്ചയായിട്ടും ഇഷ്യൂ ഡിസ്പ്യൂട്ട് വന്ന് അത് ചോദ്യം ചെയ്യും. അപ്പോൾ എന്താണ് സുപ്രീം കോർട്ട് പറഞ്ഞത്? ഹെൽഡ് ദാറ്റ് അൺസർട്ടൺ ടാക്സ് ഒബ്ലിഗേഷൻസ് ആർ ആർബിട്രറി ആൻഡ് വയലേറ്റ് ഇക്വാലിറ്റി. ഏത് പ്രിൻസിപ്പിളാണ് അവിടെ അപ്ഹെൽഡ് ചെയ്തത്? കാനോൺ ഓഫ് സർട്ടൻറ്റി. ദാറ്റ് ടാക്സ് ലോസ് മസ്റ്റ് ബി പ്രെഡിക്റ്റബിൾ ആൻഡ് ഡെഫിനിറ്റ്. സർട്ടൻ ആയിരിക്കണം. ഈസിക്കകത്ത് ECCE മൂന്നാമത്തെ C കൺവീനിയൻസ്, കാനോൺ ഓഫ് കൺവീനിയൻസ്, പ്രിൻസിപ്പിൾ ഓഫ് കൺവീനിയൻസ്. അതെന്താണെന്ന് നോക്കാം. Tax should be levied and collected at a time and manner most convenient to taxpayer. ടാക്സ്പെയർക്ക് എത്രമാത്രം കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ടൈമിലാണോ ടാക്സ് കളക്ട് ചെയ്യുന്നത് അങ്ങനെയായിരിക്കണം അത് കളക്ട് ചെയ്യേണ്ടത്, ലെവി ചെയ്യേണ്ടത്. ഒരാൾക്ക് എനിക്ക് സാലറി 1-ാം തീയതി കിട്ടി, 27-ാം തീയതിയാണ് ടാക്സ് പേ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. ഇതിനിടയ്ക്ക് പല ആവശ്യങ്ങളും, ഒരു എമർജൻസി മെഡിക്കൽ മെഡിക്കേഷൻ വന്നു. അപ്പോൾ 27-ാം തീയതി എൻ്റെ കയ്യിലെ പൈസ എല്ലാം തീർന്നു പോയി. അത് കൺവീനിയൻ്റ് ആണോ 27-ാം തീയതി അടയ്ക്കുക എന്ന് പറയുന്നത്? അല്ല. ആ ടാക്സ് TDS ആയിട്ട് അത് എടുത്തിരുന്നെങ്കിലോ, ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്, TDS ആര് ചെയ്യണമായിരുന്നു? അത് ഡ്രോയിങ് ആൻഡ് ഡിസ്ബേഴ്സിംഗ് ഓഫീസർ അത് ചെയ്യണമായിരുന്നു. DDO അത് ചെയ്യണമായിരുന്നു. DDO TDS നടത്തി ടാക്സ് ലെവി ചെയ്തിരുന്നെങ്കിൽ, ഡ്രോയിങ് ആൻഡ് ഡിസ്ബേഴ്സിംഗ് ഓഫീസർ ടാക്സ് ഡിഡക്റ്റ് ചെയ്തത് സോഴ്സിൽ നിന്നായിരുന്നുവെങ്കിൽ, TDS ആയി ചെയ്തിരുന്നുവെങ്കിൽ കൺവീനിയൻ്റ് ആയിരിക്കും. അതായിരുന്നു ബെസ്റ്റ് അപ്രോപ്രിയേറ്റ് മാനർ, അപ്രോപ്രിയേറ്റ് ടൈമും അത് തന്നെയാണ്. സോ എന്താണ്? കൺവീനിയൻസ് ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി ട്രബിൾ ഫ്രീ ആൻഡ് പ്രാക്ടിക്കബിൾ. പ്രാക്ടിക്കബിളും ആയിരിക്കണം, ട്രബിൾ ഫ്രീയും ആയിരിക്കണം. അപ്പോൾ അതിനെപ്പറ്റി എന്താ ആദം സ്മിത്ത് പറഞ്ഞത്? എവറി ടാക്സ് ought to be levied at a time or manner in which it is most likely to be convenient for the contributor to pay it. കോൺട്രിബ്യൂട്ടർക്ക് എപ്പോഴാണ് പേ ചെയ്യാൻ ഏറ്റവും കൂടുതൽ സൗകര്യപ്രദം, ആ സമയത്തും അതേ രീതിയിലും ആ മാനറിലും ആണ് ടാക്സ് ലെവി ചെയ്യേണ്ടത്. കാനോൺ ഓഫ് കൺവീനിയൻസ്. ഈ അഗ്രികൾച്ചർ ടാക്സ് ഏത് സമയമാണ് എത്രയും നല്ലത്? അത് ഹാർവെസ്റ്റിംഗ് ടൈമിലാണ് നല്ലത്. വിത്ത് നടുമ്പം തന്നെ ടാക്സ് കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വളമിടാനുള്ള പൈസ ഉണ്ടാകുമോ? ഇല്ല. സാലറിഡ് പേഴ്സൺ ആണെങ്കിൽ ഡ്രോയിങ് ആൻഡ് ഡിസ്ബേഴ്സിംഗ് ഓഫീസർ സാലറി ഡിസ്ബേഴ്സ് ചെയ്യുന്ന സമയത്ത് തന്നെ TDS ആയിട്ട് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് അത് ലെവി ചെയ്താലോ വളരെ സൗകര്യമായി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് എൻകറേജസ്
കോംപ്ലയൻസസ് കംപ്ലൈ ചെയ്യാൻ കോംപ്ലയൻസസ് ആസ് വെൽ as റെഡ്യൂസസ് ഇവേഷൻ. ടാക്സ് ഇവേഷൻ റെഡ്യൂസ് ചെയ്യും, കംപ്ലയൻസ് അപ്പം തന്നെ പ്രോംപ്റ്റ് ആയിട്ട് നടക്കും. ഇതിന് ആവശ്യമായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റംസ്, ഇപ്പോൾ ജി എസ് ടി ഇ ഫയലിംഗ് എന്ന് പറയുന്നത്, എന്താ, ഒരു അപ്പം തന്നെ അന്നേരം തന്നെ ചെയ്യുന്ന, ഓൾ ഓഫ് എ സഡൻ ചെയ്യുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റമാണ്. അതേപോലെ തന്നെ ഡിജിറ്റൽ പേയ്മെൻറ്റ്സ് എന്ന് പറയുന്നതും ഇത് കംപ്ലൈൻ ചെയ്യാൻ, റെഡ്യൂസ് ചെയ്യാൻ, അല്ലെ കംപ്ലയൻസ് പ്രോംപ്റ്റായിട്ട് നടത്താൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ദാറ്റ് ഈസ് കാനോൺ ഓഫ് പ്രിൻസിപ്പിൾ ഓഫ് കൺവീനിയൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്, ദിസ് ടൈപ്പ് ഓഫ് ടാക്സേഷൻ സ്കീംസ് എന്താണ് അവോയ്ഡ് ചെയ്യുന്നത്, എന്തൊക്കെയാ, ഹാർഡ്ഷിപ്പും ഡിസ്റപ്ഷൻസ് ഇൻ ലിവ്ലിഹുഡ്, പബ്ലിക്കിന്റെ ലിവ്ലിഹുഡിലെ ഡിസ്റപ്ഷനോ ഹാർഡ്ഷിപ്പോ കോസ് ചെയ്യാതെ ടാക്സേഷൻ സ്കീം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. അതേപോലെ കൺവീനിയൻസ്, ഇങ്ങനെയുള്ള കൺവീനിയൻസ് എന്ന് പറയുന്നത് കാനോൺ ഓഫ് കൺവീനിയൻസ് എൻഷുവേഴ്സ് സിറ്റിസൺസ് കോപ്പറേഷൻ ആസ് വെൽ എസ് സ്മൂത്ത് റവന്യൂ ഫ്ലോ. ഗവൺമെന്റിന് റവന്യൂ വേണം, അത് ഫ്ലോ ചെയ്യണം. ആ സ്മൂത്ത് ഫ്ലോയും സിറ്റിസൺസിന്റെ കോപ്പറേഷനും ഈ എന്താണ് കൺവീനിയന്റ് ടൈമിലാണെന്നുണ്ടെങ്കിൽ നടക്കും. നാലാമത്തെ ഈസിക്കകത്ത് നാലാമത്തെ ഇക്കണോമി, കാനോൺ ഓഫ് ഇക്കണോമി, അതൊന്ന് നോക്കാം. ദ കോസ്റ്റ് ഓഫ് കളക്ഷൻ ഓഫ് ടാക്സ് must be minimal relative to revenue collection. ഇപ്പൊ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്, കോസ്റ്റ് ഇഫക്റ്റീവ് അനാലിസിസ് വെച്ച് നോക്കിയാൽ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിനകണ് ആണ് കളക്ട് ചെയ്യുന്ന റവന്യൂവിനെക്കാട്ടിൽ കൂടുതൽ, ടാക്സിനെക്കാട്ടിൽ കൂടുതൽ പൈസ. അത് ഇക്കണോമിക്കലി ഫീസിബിൾ അല്ല. ഈക്വൽ ആണെങ്കിലും അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റും കളക്ട് ചെയ്യപ്പെടുന്ന ടാക്സും അത് ഈക്വൽ ആണെങ്കിലും കോസ്റ്റ് ഇഫക്റ്റീവ് അനാലിസിസ് വെച്ച് ഇക്കണോമിക്കലി ഫീസിബിൾ അല്ല. ഇനി അടുത്തതോ, ഇത് കുറവേ ഉള്ളെന്ന് പറഞ്ഞാൽ എക്കണോമിക് ഫീസ്, അത് വളരെ നല്ല വ്യത്യാസം ഇവ തമ്മിൽ വേണം. അപ്പം ബോത്ത് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് ആൻഡ് കംപ്ലൈൻറ്റ് കോസ്റ്റ് ഫോർ ദ സിറ്റിസൺസ് ഷുഡ് ബി ലോ. അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസും കുറവായിരിക്കണം, ഈ കംപ്ലൈൻറ്റ് ചെയ്യുമ്പം സിറ്റിസൺസിനുണ്ടാകുന്ന കോസ്റ്റും കുറവായിരിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ഉപയോഗിക്കാം, ഡിജിറ്റലൈസേഷൻ ഉപയോഗിക്കാം, ഫേസ്ലെസ് അസസ്മെൻറ്റ് ഉപയോഗിക്കാം. ഇപ്പം എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ഈ റിട്ടേൺ മോണിറ്ററിങ് ആണ് നടക്കുന്നത്. ടാക്സ് റിട്ടേൺസിനകത്ത് നമുക്ക് ടാക്സ് കൂടുതലുള്ളതിൻ്റെ നമുക്ക് അക്കൗണ്ടിലേക്ക് വരുന്നതെന്ന് പറയുന്നത് എങ്ങനെയാണ്, ഫയൽ ചെയ്തതിന് ശേഷം ഒരു മെഷീൻ മോണിറ്ററിങ്ങോടുകൂടിയാണ് നടക്കുന്നത്. ടാക്സ് yielding little revenue after heavy administrative expenses violates എന്താണ് ഇക്കണോമി എന്ന് പറയുന്ന കാനോണിനെ, പ്രിൻസിപ്പിളിനെ വയലേറ്റ് ചെയ്യുന്നു എന്ന് പറയാം. അതേപോലെ ഇറ്റ് പ്രൊമോട്ട്സ് ഫിനാൻഷ്യൽ പ്രൂഡൻസ് ആസ് വെൽ എസ് അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസി. ഇങ്ങനെ പെട്ടെന്ന് പോവുകയാണ്, ഇത് വളരെ എന്താണ് സെൽഫ് എക്സ്പ്ലനേറ്റീവ്, സിമ്പിൾ ഇംഗ്ലീഷാണ്. സോ ഗവൺമെന്റ് മസ്റ്റ് ബാലൻസ് റവന്യൂ സഫിഷ്യൻസി ആസ് വെൽ എസ് കോസ്റ്റ് മിനിമൈസേഷൻ. റവന്യൂ സഫിഷ്യൻ്റ് ആയിരിക്കണം, കോസ്റ്റ് മിനിമൈസ് ചെയ്യണം, ഇക്കണോമിക് ഫീസിബിലിറ്റി നോക്കണം, കോസ്റ്റ് ഇഫക്റ്റീവ് അനാലിസിസ്, കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നോക്കണം, കോസ്റ്റ് എഫിഷ്യൻസി നോക്കണം. ഇതൊക്കെ ആണെങ്കിൽ മാത്രമേ ഒരു ടാക്സേഷൻ സ്കീം ഈ കാനോൺ ഓഫ് ഇക്കണോമി അനുസരിച്ചാണ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പം സ്മിത്ത് എന്താ ഒന്നുകൂടെ പറഞ്ഞേക്കുന്നത്, എന്താ സ്മിത്ത്, എവരി ടാക്സ് ought to be contrived as both to take out and to keep out of the pocket of the people as little as possible over and above what it brings into the public treasury of the state in the public treasury ലേക്ക് എന്താണ് സിറ്റിസൺസിന്റെ കയ്യിൽ നിന്നും എത്രമാത്രം കുറവ് വാങ്ങിക്കാൻ പറ്റുമോ, ആ ഒരു എന്താണ് കാൽക്കുലേഷൻ മെത്തേഡാണ് അഡോപ്റ്റ് ചെയ്യേണ്ടത്. അതുപോലെ അത് ഇക്കണോമിക് ആയിരിക്കും. ഇനി ഒരു മൂന്നാമത്തെ ഒരു കേസ് നോക്കാം. ഖാർഗെ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ.
എങ്ങനെയാണ് അതിൻ്റെ സൈറ്റേഷൻ AIR 1981 SC 2138. എന്താണ് ഇതിന്റെ ഫാക്ട്? ഇവിടെ ഒരു ഓർഡിനൻസിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. 1981 ഓർഡിനൻസ്. എന്തായിരുന്നു ഓർഡിനൻസ്? ദ സ്പെഷ്യൽ ബാരിയർ ബോൺസ്, സ്പെഷ്യൽ ബിയറർ ബോൺസ്, ഇമ്മ്യൂണിറ്റീസ് ആൻഡ് എക്സംഷൻസ് ഓർഡിനൻസ് 1981. ഇതെന്തായിരുന്നു മൊബിലൈസ് ചെയ്തത്? എന്ത് മൊബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എയിം ചെയ്ത്? ബ്ലാക്ക് മണി, മൊബിലൈസേഷൻ ഓഫ് ബ്ലാക്ക് മണി ത്രൂ കോസ്റ്റ് ഇഫക്റ്റീവ് സ്കീം. ബ്ലാക്ക് മണി മൊബിലൈസ് ചെയ്യാൻ വേണ്ടി കോസ്റ്റ് ഇഫക്റ്റീവ് സ്കീമായി വെച്ചിട്ട് മൊബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കിയത്. ഇപ്പൊ ഇവിടെ എന്താ ഇഷ്യൂ വന്നത്? വെദർ ദ സ്കീം വാസ് ആർബിട്രറി ഓർ ഇക്കണോമിക്കലി ജസ്റ്റിഫൈഡ് എന്നാണ് അവിടെ ചോദിച്ചത്. അപ്പം ഡിസിഷൻ എന്താ വന്നത്? സുപ്രീം കോർട്ട് upheld that emphasizing economic measures are valid if they promote fiscal efficiency. Fiscal efficiency പ്രൊമോട്ട് ചെയ്യപ്പെടുന്നു എങ്കിൽ ഇക്കണോമിക് മെഷേഴ്സ് വാലിഡ് ആണ് എന്നാണ് സുപ്രീം കോർട്ട് എംഫസൈസ് ചെയ്തത്. ഏത് പ്രിൻസിപ്പിളാണ് അപ്ലൈ ചെയ്തത്? പ്രിൻസിപ്പിൾ ഓഫ് ഇക്കണോമി, ദറ്റ് ഈസ് കാനോൺ ഓഫ് ഇക്കണോമി. നാലാമത്തെ ആദർശത്തിന്റെ നാലാമത്തെ ഇക്കണോമി പ്രിൻസിപ്പിൾ കാനോൺ, അതാണ് കാനോൺ ഓഫ് ഇക്കണോമി. അതാണ് ഇവിടെ അപ്ലൈ ചെയ്തത്. എന്താണ്? കോസ്റ്റ് ഇഫക്റ്റീവ്നെസ് ആൻഡ് ഫിസ്ക്കൽ എക്സ്പീഡിയൻസി ജസ്റ്റിഫൈ ടാക്സ് മെഷേഴ്സ്. കോസ്റ്റ് ഇഫക്റ്റീവ്നെസ് ഇവിടെയുണ്ട്. ഫിസ്ക്കൽ എക്സ്പീഡിയൻസി വളരെ വേഗം ആയിട്ടുള്ള ഒരു എന്താണ് ഫിസ്ക്കൽ എക്സ്പീഡിയൻസി ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട് ഈ ടാക്സ് മെഷറിൽ. സോ കാനോൺ ഓഫ് ഇക്കണോമി ഇവിടെ ഫോം ചെയ്യപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം 4 കാനോണും മനസ്സിലായി, 3 കേസും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്താ കാണുന്നതിനോടൊപ്പം ലൈക്ക്, കമൻറ്റ് ചെയ്യണം, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം, മറന്നു പോകരുത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഓൾ for watching.